കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം 12 സ്കന്ധം 6-ാം അധ്യായം നമ്മൾ ശ്ലോകം 10 ചെയ്തു. അതായത് എന്താണ്, ഗംഗാതീരത്തിൽ വടക്കോട്ട് നോക്കി നിർവികൽപ്പ സമാധിയെ പ്രാപിച്ചു എന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയതല്ലേ. ഇനി 11. താക്ഷകപ്രഹിതോ വിപ്രാഹ ക്രുദ്ധേന ദ്വിജസൂനുന ഹന്തുകാമോ നൃപം ഗച്ഛൻ ദദർശ പഥി കശ്യപം വിപ്രഹ. ഹേ വിപ്രന്മാരെ, ക്രുദ്ധേന വളരെ ക്രോധിച്ചവനായിട്ടുള്ള ദ്വിജസൂനുന ബ്രാഹ്മണപുത്രനാൽ അല്ലേ, ശൃംഗി ശപിച്ചതാണല്ലോ, അതാണ് ബ്രാഹ്മണപുത്രൻ അല്ലേ. അന്ന് ശൃംഗി 7 ദിവസത്തിനുള്ളിൽ തക്ഷകൻ കടിച്ച് മരിക്കട്ടെ പറഞ്ഞ് ശപിച്ചുല്ലോ, അതാ പറയണത്. ഹേ വിപ്രന്മാരെ, ക്രുദ്ധേന വളരെ ദേഷ്യത്തോടു കൂടിയിട്ട് ദ്വിജസൂനു ആ മഹർഷിയുടെ മകനാൽ പ്രഹിത അയക്കപ്പെട്ട, അതായത് ശാപം കൊണ്ടേ തക്ഷകൻ നൃപം രാജാവിനെ ഹന്തുകാമ കൊല്ലാനായിക്കൊണ്ട് ഗച്ഛൻ വരണ സമയം പഥി പന്ഥാവിൽ കശ്യപനെ ദദർശ കണ്ടു. അതായത് അതായത് ഇപ്പോൾ പരീക്ഷത്തിൻ്റെ അവസ്ഥ എന്താ, നിർവികൽപ്പ സമാധിയിലാണ്. അതായത് രാജാവിൻ്റെ പ്രാണൻ പോയിരിക്കുന്നു, പ്രാണൻ വിട്ടിരിക്കുന്നു, ദേഹം അതായത് പരീക്ഷിത് മഹാരാജാവ് ഈ ദേഹത്തിൽ നിന്നും പ്രാണൻ മാറ്റിയിരിക്കുന്നു, പ്രാണനെ വിട്ടിരിക്കുന്നു അല്ലേ, മരിച്ചിരിക്കുന്നു ശരിക്ക്. പക്ഷേ തക്ഷകൻ്റെ ഒരു പേരിനെങ്കിലും ആ ശാപം സത്യമാവണമെങ്കിൽ തക്ഷകൻ വന്ന് കടിക്കണം. ആക്ച്വലി നിർവികൽപ്പ സമാധിയിലാണ് അദ്ദേഹം, ബ്രഹ്മം തന്നെ ആയി തീർന്നിരിക്കുന്നു, ആത്മസാക്ഷാത്കാരം കിട്ടി. പരീക്ഷിത് മഹാരാജാവ് ബ്രഹ്മസ്വരൂപനായി തീർന്നിരിക്കുന്നു, ശരീരത്തിൽ നിന്ന് പ്രാണനെ വിട്ടിരിക്കുന്നു, ശരിക്കും പറയാച്ചാൽ മരണം കഴിഞ്ഞിരിക്കുന്നു. എങ്കിൽ പോലും ആ ശാപം സത്യമാക്കാൻ വേണ്ടി തക്ഷകൻ വരണ സമയത്ത് പന്ഥാവിൽ കശ്യപൻ്റെ തക്ഷകൻ പരീക്ഷിത് മഹാരാജാവിൻ്റെ അടുത്തേക്ക് വരണ വഴിയിൽ കശ്യപ മഹർഷിയെ കണ്ടു എന്നാണ് അതിൽ പറഞ്ഞത്. അതായത് എന്താ വെച്ചാൽ മരിച്ചവനെ മരിപ്പിക്കാനാണ് അപ്പോൾ തക്ഷകൻ വരണം. ഓൾറെഡി മരിച്ചു. അതിന് പണ്ഡിറ്റ് മോഹൻ നായർ പറയണ്ട, പിഷ്ടപേഷണ ന്യായം എന്നത്രേ പറയുക. അതിനെ മരിച്ചവനെ മരിപ്പിക്കുക പറഞ്ഞു വെച്ചാൽ മരിച്ചുണ്ണു എന്നാലും പേരിനൊന്ന് കടിച്ചിട്ട് മരിച്ചു എന്ന് വരുത്തി തീർക്കാനേ. അങ്ങനെ ഭഗവാനെ കടിക്കാനുള്ള ആഗ്രഹത്തോടുകൂടി വരണ വഴിക്ക് ഈ തക്ഷകൻ കശ്യപനെ കണ്ടു. 12 തക്ഷകപ്രഹിതോ വായിച്ചു അല്ലേ. 12 തം തർപ്പയിത്വ ദ്രവിണൈർ നിവർത്തിയ വിഷഹാരിണം ദ്വിജരൂപ പ്രതിച്ഛന്ന കാമരൂപോദശൻ നൃപം. ദ്രവിണൈഹി ധനങ്ങൾ കൊണ്ട് വിഷഹാരിണം തം വിഷഹാരിയായ അവനെ തർപ്പയിത്വ സന്തോഷിപ്പിച്ച് നിവർത്തിയ തിരിച്ചയച്ചിട്ട് ദ്വിജരൂപ പ്രതിച്ഛന്ന ബ്രാഹ്മണ രൂപം കൊണ്ട് മറയ്ക്കപ്പെട്ട കാമരൂപൻ നൃപനെ ദംശിച്ചു. എന്താണ് ഇപ്പോൾ ഇതിൽ പറയണ വെച്ചാൽ, അതായത് കശ്യപൻ തക്ഷകനെ കടിക്കാൻ വരികയാണ്. ആ സമയത്ത് കശ്യപനെ അപ്പോൾ കശ്യപനെ കണ്ടു പറഞ്ഞുല്ലോ. തക്ഷകൻ കശ്യപനെ കണ്ടു. അപ്പോൾ വിഷം ഇറക്കാൻ കഴിവുള്ള കശ്യപനെ, അപ്പോൾ കശ്യപന് എങ്ങനെയെങ്കിലും പരീക്ഷത്തിനെ കടിക്കാണ്ടിരിക്കണം എന്നുണ്ട്. കടിച്ചാലും വിഷം ഇറക്കാനുള്ള എല്ലാം അറിയാം കശ്യപ മഹർഷിക്ക്. അപ്പോൾ എന്താ തക്ഷകൻ ചെയ്തറിയോ, ഈ വിഷം ഇറക്കാൻ കഴിവുള്ള കശ്യപനെ ശരിക്കും പറയാച്ചാൽ കൈക്കൂലി കൊടുക്കുക ചെയ്തത്. അങ്ങനെയാണ് ചെയ്തത്, ശരിക്കും ബ്രൈബ് ചെയ്തു. ആ തക്ഷകൻ വരണ വഴിക്ക് കശ്യപനെ കണ്ടു. അപ്പോൾ കശ്യപന് ധനം നൽകി തൃപ്തിപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, എന്താണ്, പരീക്ഷത്തിനെ ഞാൻ കടിക്കും, അപ്പോൾ പുനർജീവിപ്പിക്കരുതെന്ന് പറഞ്ഞു. എന്നിട്ട് ബ്രൈബ് ചെയ്തു, കൈക്കൂലി കൊടുത്തിട്ട് തക്ഷകനെ ധാരാളം ധനം കശ്യപ മഹർഷി ഇപ്പോൾ തക്ഷകൻ കടിച്ചാലും വേണമെങ്കിൽ പരീക്ഷത്തിനെ വിഷം ഇറക്കാൻ അറിയണ ആളാണെന്ന് തക്ഷകനെ അറിയാം. അപ്പോൾ തക്ഷകൻ
അങ്ങനെ പിന്നെ കശ്യപ മഹർഷി ചെയ്യാതിരിക്കാൻ കശ്യപ മഹർഷിക്ക് അനവധി ധനം കൊടുത്ത് തൃപ്തിപ്പെടുത്തി പറഞ്ഞയച്ചു, തിരിച്ചയച്ചു. എന്നിട്ട് അവനവൻ്റെ ഇഷ്ടം പോലെ വേഷം ധരിക്കാനൊക്കെ കഴിവുമുണ്ട് തക്ഷകന്. എന്നിട്ട് ഒരു ബ്രാഹ്മണൻ രൂപം ധരിച്ച് രാജാവിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ടാണ് പിന്നെ തക്ഷക രൂപം ആയിട്ട് പിന്നെ എന്താണ് കഴിക്കുക. അങ്ങനെയാണ്. അതായത് എങ്ങടാ പോണോ ചോദിച്ചൂല കശ്യപ മുനി തക്ഷകനോടെ. അപ്പോൾ പറഞ്ഞു, ഞാൻ പരീക്ഷിത രാജാവിനെ പിന്നെ കഴിക്കാൻ പോവുകയാണ് പറഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞു, എനിക്ക് വിഷം ഇറക്കാനൊക്കെ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ പോയി വിഷം ഇറക്കാമെന്ന് പറഞ്ഞപ്പോൾ അരുത പറഞ്ഞ് ധനം കൊടുത്ത് തിരിച്ചു പോയി. ഞാൻ തക്ഷകനാണ്, പിന്നെ അങ്ങ് പിന്നെ ഞാൻ അങ്ങനെ, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പിന്നെ ദയവ് ചെയ്ത് വരരുത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയച്ചു, തിരിച്ചയച്ചു. എന്നിട്ട് അവനവൻ ഒരു ബ്രാഹ്മണ വേഷം ധരിച്ച് രാജാവിൻ്റെ സമീപത്തെത്തിയതിന് ശേഷം തക്ഷക രൂപം തന്നെ കൈക്കൊണ്ട് രാജാവിനെ കടിക്കും. അതായത് തക്ഷകനൊക്കെ ഇങ്ങനെ ഈ പിന്നെ ആ സിദ്ധിയുണ്ട്, രൂപം മാറാനൊക്കെ പറ്റുന്ന സിദ്ധിയുണ്ട്. തം തർപ്പയിത്വാ ദ്രവിണൈർ നിവർത്തിയ വിഷഹാരിണം ദ്വിജരൂപ പ്രതിച്ഛന്ന കാമരൂപോ, അതാണ് കാമരൂപം, ഇഷ്ടമുള്ള രൂപം. അപ്പോൾ ഒരു ബ്രാഹ്മണൻ്റെ രൂപം ഇങ്ങനെ കെട്ടി തക്ഷകൻ. എന്നിട്ട് രാജാവിൻ്റെ അടുത്തേക്ക്, അല്ലെങ്കിൽ ആരും അകത്തേക്ക് കിടക്കാൻ പറ്റില്ല. അങ്ങനെ വളരെ സെക്യൂറായിട്ടാണ് ഭഗവാനെ പരീക്ഷത്തിനെ ഇരുത്തിയിരിക്കണേ. അപ്പോൾ പാമ്പിനൊന്നും കിടക്കാൻ പറ്റില്ല. ബ്രാഹ്മണൻ്റെ വേഷം കെട്ടി എല്ലാവരും അകത്തേക്ക് പൊക്കോളാൻ പറയുമല്ലോ. അവിടെ എന്നിട്ട് അടുത്ത് ചെന്നതിന് ശേഷം പാമ്പന്നെയായി, തക്ഷകൻ തന്നെയായിട്ട് കടിച്ചു. അങ്ങനെയാണ് തക്ഷകൻ എന്ന് പറഞ്ഞാൽ ഒരു കൃമിയായി എന്നൊക്കെയാണ് കേട്ടോ. ഇനി 13. ബ്രഹ്മഭൂതസ്യ രാജർഷേർ ദേഹോ ഹി കേരളാഗ്നിന ബഭൂവ ഭസ്മസാത് സദ്യ പശ്യതാം സർവദേഹിനാം. പരബ്രഹ്മം തന്നെ ബ്രഹ്മസ്വരൂപമായി, ബ്രഹ്മഭൂതസ്യ ബ്രഹ്മസ്വരൂപനായി തീർന്നിരിക്കുന്ന രാജർഷേ ദേഹ, ഈ പരീക്ഷിത് മഹാരാജാവിൻ്റെ രാജർഷിയുടെ ദേഹം അഹികരളാഗ്നിന, ഈ വലിയ വിഷമുള്ള സർപ്പത്തിൻ്റെ വിഷം കൊണ്ട് സർവദേഹിനാം പശ്യതാം, എല്ലാ ജനങ്ങളും നോക്കിക്കൊണ്ടിരിക്കെ സദ്യ ഭസ്മസാത് ബഭുവ, ഭസ്മമായി ഭവിച്ചു. അതായത് പിന്നെ ഒരു ബ്രാഹ്മണൻ്റെ വേഷത്തിൽ കടന്ന് തക്ഷകൻ വിഷമുള്ള ഒരു കുഞ്ഞിപ്പാമ്പോ അല്ലെങ്കിൽ കൃമിയോ ആയി എന്നിട്ടങ്ങോട്ട് കടിച്ചു. അപ്പോൾ ആ സർപ്പദംശനം മരിച്ചിരുന്നു. അതായത് ബ്രഹ്മസ്വരൂപമായി തീർന്നിരിക്കുന്നു. ആര് അറിയണം കൂടിയില്ല പരീക്ഷിത മഹാരാജാവ്. ബ്രഹ്മസ്വരൂപനായി തീർന്നിരിക്കുന്ന ആ ശരീരത്തിനെ തക്ഷകൻ കടിച്ച് എല്ലാവരും കാണുകെ, എല്ലാ ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് പെട്ടെന്ന് ആ വിഷത്തിൻ്റെ ശക്തി കൊണ്ട് ഭസ്മമായിട്ട് തീർന്നു എന്ന്. അങ്ങനെ പരീക്ഷിതൻ്റെ പിന്നെ ദേഹം നശിച്ചു. അദ്ദേഹം ബ്രഹ്മസ്വരൂപമായിരിക്കുന്നു, അത് പരീക്ഷിതല്ലല്ലോ. പരീക്ഷത്തിന് ഞാൻ ബ്രഹ്മാണെന്ന് മനസ്സിലാവുകയും ചെയ്തു, അനുഭവമാവുകയും ചെയ്തു. അപ്പോൾ ബ്രഹ്മസ്വരൂപനായി തീർന്നിരിക്കണു. അപ്പോൾ ഇതൊരു ശരീരം, അത്രയേ ഉള്ളൂ. ഏത് പറയണ പോലെ ഒരു വിറകിൻ്റെ കൊള്ളി കത്തിക്കഴിഞ്ഞാൽ തീ കെടുമല്ലോ, അതുപോലെ ഉള്ളൂ. ഈ ശരീരം കൂടെ നശിച്ചു, അത്രയേ ഉള്ളൂ. അതാണ്, അത് ഭസ്മായി ഭവിച്ചു. ബ്രഹ്മഭൂതസ്യ രാജർഷേർ ദേഹോ ഹി ഗരളാഗ്നിന ബഭൂവ ഭസ്മസാ സദ്യ പശ്യതാം സർവദേഹിനാം. എല്ലാവരും കണ്ടുകൊണ്ടിരിക്കെ അങ്ങനെ സംഭവിച്ചു. 14. ഹാഹാകാരോ മഹാനാസീത് ഭുവി ഖേ ദിക്ഷു സർവതഃ വിസ്മിതാഹ്യഭവൻ സർവേ ദേവാസുരനരാദയഃ. ഭൂമിയിലും ഖേ ആകാശത്തിലും ദിക്ഷു എല്ലാ ദിക്കുകളിലും സർവത എല്ലാ ദിക്കിലും മഹാൻ ഹാഹാകാര, ഹാ ഹാ എന്നുള്ള ശബ്ദം ആസീത് ഉണ്ടായി. ദേവാസുര നരാദയ സർവേ ദേവാസുര നരാദയ, ദേവന്മാരും അസുരന്മാരും മനുഷ്യന്മാരും എല്ലാവരും വിസ്മിതാഹ, വളരെ ആശ്ചര്യമുള്ളവരായിത്തീർന്നു. എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ടാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഭസ്മായത്. അപ്പം എല്ലാവരും ഹാ 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 എന്ന് പറഞ്ഞു. എല്ലാവർക്കും അറിയാം ബ്രാഹ്മണ ശാപം വലിക്കൂലോ. പക്ഷെ എല്ലാവർക്കും അത്ഭുതമായി. കാരണം പരീക്ഷിത്ത് അറിഞ്ഞേയില്ല. പരീക്ഷിത്ത് ബ്രഹ്മസ്വരൂപമായിട്ടുള്ള അവസ്ഥയിലാണ്, ഒന്നും അദ്ദേഹത്തിനെ ബാധിക്കില്ല. പക്ഷേ ആ ശരീരം വീണു പോകണമല്ലോ. ആ ബ്രാഹ്മണ ശാപം കൊണ്ട് നശിക്കാതിരിക്കാൻ പറ്റില്ല. അത് കണ്ടിട്ട് എല്ലാവരും കഷ്ടം കഷ്ടം എന്ന് പറഞ്ഞു എന്ന് പറയാണ്. ഹാ ഹാ എന്ന് പറയാൻ ഇവിടെ കഷ്ടം തന്നെയാണ്. ഭൂമിയിലും ആകാശത്തിലും ദേവന്മാരും ആരൊക്കെ നോക്കി നിൽക്കണ എല്ലാ ആകാശചാരികളും എല്ലാവരും കണ്ടവരൊക്കെ കഷ്ടം കഷ്ടം എന്ന് പറഞ്ഞിട്ട് അത്ഭുതപ്പെട്ടു. ഹാഹാകാരോ മഹാനാസീത് ഭുവി
സഖേ ദിക്ഷു സർവത, എല്ലാ ദിക്കിലും അത് കണ്ടവരൊക്കെ വിസ്മിതാഹ്യഭവൻ സർവേ ദേവാസുര നരാദേഹ, കഷ്ടം കഷ്ടം പറഞ്ഞു എല്ലാവരും. ദേവദുന്ദുഭയോ നേതുർഗന്ധർവാപ്സരസോ ജഗുഹു വവൃഷു പുഷ്പവർഷാണി വിബുധാഹ സാധുവാദിനഃ. അതായത് ദേവവാദ്യങ്ങൾ മുഴക്കി, അതാണ് ദേവദുന്ദുഭയോ. ഗന്ധർവന്മാരും അപ്സരസ്സുകളൊക്കെ പാട്ട് പാടി, ജഗു അപ്സരസ് സ്ത്രീകൾ നൃത്തം ചെയ്തിട്ടുണ്ടാവും. പിന്നെയോ വവൃഷു പുഷ്പവർഷാണി, ദേവന്മാരെ പുഷ്പവർഷം ചെയ്തു. വിബുധാഹ സാധുവാദിന, അതായത് പിന്നെ സാധുവാദം ചെയ്തുകൊണ്ട്, അയ്യോ എത്ര വലിയ എത്ര വലിയൊരു മഹാത്മാവാണെന്ന് പറഞ്ഞിട്ട് ദേവന്മാരൊക്കെ പുഷ്പവൃഷ്ടി ചെയ്തു. അവർ കുറേ ദേവന്മാർ ദേവവാദ്യം മുഴക്കി, അപ്സരസ്സുകളും ഗന്ധർവന്മാരും പാട്ട് പാടി നൃത്തം ചെയ്തു. അത്ര ഒരു പുണ്യമായിട്ടുള്ള ഭഗവാനിൽ ലയിക്കുകയാണോ ചെയ്തത്, മരണമൊന്നും അല്ലല്ലോ. ശരിക്കും പറയാച്ചാൽ ആത്മസാക്ഷാത്കാരമാണ് ഉണ്ടായത്. പിന്നെ ദേഹം എന്തായാലും നശിക്കും. അപ്പം പുഷ്പവൃഷ്ടി ചെയ്തു, കാരണം ശരിക്കും മോക്ഷം കിട്ടുന്നത് എല്ലാവരും കണ്ടു. 16 ജനമേജയ സ്വപിതരം ശ്രുത്വാ തക്ഷകഭക്ഷിതം യഥാ ജുഹാവ സംക്രുദ്ധോ നാഗാൻ സത്രേ സഹദ്വിജയ്. ഇനി പരീക്ഷത്തിൻ്റെ മകൻ ജനമേജയനെ ഇത് കേട്ടപ്പോൾ ഭയങ്കര ദേഷ്യം വരും. അച്ഛനെ തക്ഷകൻ കടിച്ചില്ലേ. ജനമേജയൻ പരീക്ഷിതൻ്റെ മകനാണ്. സ്വപിതരം തൻ്റെ പിതാവിനെ തക്ഷകഭക്ഷിതം ശ്രുത്വ, തക്ഷകൻ ഭക്ഷിച്ചതായിട്ട് അറിഞ്ഞ് സംക്രുദ്ധ വളരെ ദേഷ്യം കോപിഷ്ഠനായിട്ട് ദ്വിജൈഹി സഹ ബ്രാഹ്മണരോടുകൂടി സത്രത്തിൽ, അതായത് സർപ്പസത്രം, അങ്ങനെ സർപ്പസത്രം ചെയ്തിട്ട് അതിൽ നാഗങ്ങളെ യഥാ ജുഹാവ ഹോമിക്കാൻ തുടങ്ങി. അതായത് എന്താണ്, ജനമേജയനത് അറിഞ്ഞപ്പോൾ വളരെ സങ്കടവും ദേഷ്യവും ഒക്കെ. അത്ഭുതപ്പെടാമല്ലോ, അച്ഛനെ അത്ര നല്ലൊരു ആളാണ്. അപ്പോൾ തക്ഷകൻ കടിച്ചിട്ട് മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ വളരെ ദേഷ്യം വന്നു. എന്നിട്ട് എന്താ ചെയ്തെന്ന് വെച്ചാൽ, ജനമേജയൻ തൻ്റെ പിതാവിൻ്റെ മരണ വാർത്ത, അല്ലെങ്കിൽ തക്ഷകൻ കടിച്ച് മരണപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ ബ്രാഹ്മണരെ കൂട്ടിയിട്ട് സർപ്പസത്രം, ഭയങ്കര കോപിഷ്ഠനായിട്ട് സർപ്പസത്രം നടത്തി. എന്നിട്ട് അപ്പം മന്ത്രം ചൊല്ലിയിട്ട് ആവാഹിക്കുമ്പോൾ സർപ്പങ്ങൾ ഇങ്ങനെ വന്ന് വീഴും ഇതിലേക്ക്, ആ ഹോമകുണ്ഡത്തിലേക്ക്. ആ മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ടേ മന്ത്രം ചൊല്ലി ഈ ഹവിസ് അർപ്പിക്കുമ്പോൾ അവിടെ ഇവിടെയുള്ള പാമ്പുകളൊക്കെ അങ്ങനെ ആകാശത്തു നിന്ന് പറന്ന് വരണ പോലെ അങ്ങനെ വന്നങ്ങട്, അങ്ങനെ അനവധി നാഗങ്ങളെ ഹോമിക്കും ഈ സർപ്പസത്രത്തിൽ. അതാണ് പറഞ്ഞത്. ജനമേജയ സുപിതരം ശ്രുത്വാ തക്ഷക ഭക്ഷിതം യഥാ ജുഹാവ സംക്രുദ്ധോ നാഗാൻ സത്രേ സഹ ദ്വിജൈ സർപ്പസത്രേ സമിദ്ധാഗ്നൗ ദഹ്യമാനാൻ മഹോരഗാൻ ദൃഷ്ട്വേന്ദ്രം ഭയസംവിഘ്നസ്തക്ഷകശരണം യയൗ. അപ്പോഴോ സമിദ്ധാഗ്നൗ സർപ്പസത്രേ, ഈ സമിദ്ധാഗ്നോ പറഞ്ഞാൽ എന്താ, കത്തിജ്വലിക്കണ ആ സർപ്പസത്രം അഗ്നിയിൽ ദഹ്യമാനാൻ ദഹിപ്പിക്കപ്പെടുന്ന മഹോരകാൻ, വലിയ വലിയ സർപ്പങ്ങൾ. ആദ്യമൊക്കെ കുഞ്ഞു കുഞ്ഞു സർപ്പങ്ങൾ വന്ന് വീണു, വലിയ വലിയ സർപ്പങ്ങളെ ഇങ്ങനെ ദഹിപ്പിക്കുന്നുണ്ട് ഈ മന്ത്രം കൊണ്ടേ. മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് സർപ്പങ്ങളിങ്ങനെ വന്ന് വീണുണ്ട്. അത് കണ്ടിട്ട് തക്ഷകൻ, അതാണ് പറഞ്ഞത്, ദൃഷ്ട്വ, അതൊക്കെ കണ്ടിട്ട് തക്ഷകൻ ഭയസംവിഘ്ന, പേടിച്ചരണ്ടിട്ട് ഇന്ദ്രം ശരണം യയൗ, ഇന്ദ്രനെ ശരണം പ്രാപിച്ചു. അതായത് അനവധി സർപ്പങ്ങളിങ്ങനെ കൂട്ടം കൂട്ടായി വന്നിട്ട് അതിലേക്ക് വീണു. മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് വലിയ വലിയ സർപ്പങ്ങളൊക്കെ വീഴാൻ തുടങ്ങി. അപ്പോൾ തക്ഷകനത് കണ്ടപ്പോൾ അവനവനും വീഴേണ്ടിയും കുറച്ച് കഴിഞ്ഞാൽ അത് ബോധ്യമായി. മന്ത്രത്തിൻ്റെ ശക്തി എതിർത്ത് നിൽക്കാൻ തക്ഷകനും പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ തക്ഷകൻ പേടിച്ചരണ്ടിട്ട് ഇന്ദ്രനെ ശരണം പ്രാപിച്ചു എന്ന്. സർപ്പസത്രേ സമിദ്ധാഗ്നവും ദഹ്യമാനാൻ മഹോരകാൻ ദൃഷ്ട്വേന്ദ്രം ഭയസംവിഘ്നസ്തക്ഷകശരണം യയൗ അപശ്യം സ്തക്ഷകം തത്ര രാജാ പാരീക്ഷിതോ ദ്വിജാൻ ഉവാച തക്ഷക കസ്മാൻ ന ദഹ്യേതോരഗാധമഃ പരീക്ഷിതോ രാജ തത്ര, പരീക്ഷത്തിൻ്റെ മകനായിട്ടുള്ള ജനമേജയൻ, അതാണ് രാജ. തത്ര തക്ഷകം, രാജാവ്
ജനമേജൻ എന്ന രാജാവ് തക്ഷകം അപശ്യൻ, ആ തക്ഷകൻ വന്ന് വീണത് കാണില്ല. എത്രയായാലും കുറേ സർപ്പങ്ങൾ വന്ന് വീണു, തക്ഷകനെ ഇതുവരെയും കണ്ടില്ല. അതാണ് തക്ഷകം അപശ്യൻ, തക്ഷകൻ വന്ന് വീഴുന്നത് കാണാതെ ഉരഗാധമഹ, അതായത് ഉരകങ്ങളിലെ ഭയങ്കര ദുഷ്ടനായിട്ടുള്ള തക്ഷകൻ, ഉരഗാധമ തക്ഷകൻ എന്തുകൊണ്ട് കസ്മാത് ന ദഹ്യതേ, എന്താ തക്ഷകൻ ഉരകങ്ങളിലെ ഏറ്റവും അധമനായിട്ടുള്ള ഈ തക്ഷകൻ മാത്രം എന്താ വന്ന് പിന്നെ ദഹിക്കാത്തത്? ബാക്കി എത്രയോ സർപ്പങ്ങൾ വന്ന് ഈ പിന്നെ സർപ്പസത്തത്തിലത്തെ ഹോമകുണ്ടത്തിൽ വന്ന് വീണ് ചത്തു. എന്താ ഇപ്പം തക്ഷകനെ കാണാനില്ലല്ലോ, തക്ഷകൻ മാത്രം എന്താ ഇതിൽ വന്ന് വീഴാത്തത് എന്ന് ദ്വിജാൻ ഉവാച. എന്ത് പറഞ്ഞു? ബ്രാഹ്മണരോട് ചോദിച്ചു ജനമേജയൻ. അതായത് പരീക്ഷത്തിൻ്റെ മകനായിട്ടുള്ള ജനമേജയൻ സർപ്പസത്തം നടത്തുന്ന ആളാണല്ലോ, അവിടെ ഇരിക്കണ്ടേ. അനവധി പാമ്പുകൾ വന്ന് അതിൽ വീണത് കണ്ടു, പക്ഷെ തക്ഷകനെ മാത്രം കാണാനില്ല. എന്താ തക്ഷകൻ വരാത്തെന്ന് ഈ സത്രം ചെയ്യണ ബ്രാഹ്മണരോട് ജനമേജയൻ ചോദിച്ചു. അപശ്യം കാണാനില്ലെന്ന്. അപശ്യം തക്ഷകം തത്ര രാജാ പാരീക്ഷിതോ ദ്വിജാൻ, പരീക്ഷിത് മഹാരാജാവിൻ്റെ പരീക്ഷത്തിൻ്റെ ആയതുകൊണ്ടാണ് പാരീക്ഷിത് എന്ന് പറയുന്നത് കേട്ടോ. പാരീക്ഷിതോ ദ്വിജാൻ ഉവാച തക്ഷക കസ്മാൻ ന ഉരഗാധമ ദഹ്യേതോരഗാധമ, ഉരകന്മാരിലും ഏറ്റവും അധമനായ പിന്നെ തക്ഷകനെ മാത്രം എന്താ മന്ത്രം കൊണ്ട് വരുത്താൻ സാധിക്കാത്തതെന്ന് ചോദിച്ചു ദ്വിജന്മാരോട്. ഇനി നോക്കട്ടെ, ഇനി നമുക്ക് 19ഉം 20ഉം ഒന്നിച്ച് വേണം, അപ്പോൾ അതെ 19ഉം 20ഉം നമുക്ക് വേണമെങ്കിൽ ഒന്നിച്ച് ചെയ്യാം. തം ഗോപയതി രാജേന്ദ്ര ശക്രശരണമാഗതം തേന സംസ്തംഭിത സർപ്പസ്തസ്മാന്നഗ്നൗ പതത്യസൗ. 20 പാരീക്ഷിത ഇതി ശ്രുത്വാ പ്രാഹൃത്വിജ ഉദാരധീ സഹേന്ദ്രസ്തക്ഷകോ വിപ്ര നാഗ്നൗ കിമിതി പാത്യതേ. രാജേന്ദ്ര, ഹേ രാജേന്ദ്ര, ഹേ രാജാവേ പറഞ്ഞു. ദ്വിജന്മാർ പറഞ്ഞു അപ്പോളേ, ഇന്ദ്ര ശരണമാഗതം തം ഗോപയതി, ഇന്ദ്രനെ ശരണം പ്രാപിച്ചു ഈ തക്ഷകൻ. അപ്പം ഇന്ദ്രൻ ഇപ്പം രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോപയതിന്ന്. എന്താ തക്ഷകൻ ഇങ്ങോട്ട് വരാത്ത വെച്ചാൽ ഈ തക്ഷകൻ ഭയന്നിട്ട് ഇന്ദ്രനെ ശരണാഗതി അടഞ്ഞു. അപ്പോൾ ഇന്ദ്രൻ രക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ അവിടെ. അസൗ സർപ്പ, ഈ സർപ്പം തേന സംസ്തംഭിത, ഇന്ദ്രനാൽ സ്തംഭിപ്പിക്കപ്പെട്ട് അഗ്നൗ ന പതതി, ഇന്ദ്രൻ സംരക്ഷിച്ചവർക്ക് അതാണ് അഗ്നിയിൽ വന്ന് വീഴാത്തെന്ന്. അഗ്നൗ ന പതതിന്ന് ബ്രാഹ്മണർക്ക് മനസ്സിലായി, അവർക്കൊക്കെ ദിവ്യദൃഷ്ടി ഉണ്ടല്ലോ. എന്താ തക്ഷകൻ വരാത്ത വെച്ചാൽ തക്ഷകനെ ഇന്ദ്രൻ രക്ഷിച്ചിരിക്കുകയാണ്. തക്ഷകൻ ഇന്ദ്രനെ അഭയം പ്രാപിച്ചു. അപ്പോൾ ഇന്ദ്രൻ അഭയം കൊടുത്ത് രക്ഷിച്ച് വെച്ചിരിക്കുക, അതാണ് തക്ഷകൻ ഇപ്പോൾ ഈ മന്ത്രം കൊണ്ട് അഗ്നിയിൽ വന്ന് വീഴാത്തത് എന്ന് പാത്യത ഇതി ഹൃത്വിജഹ, ഈ ബ്രാഹ്മണർ പറഞ്ഞപ്പോൾ കേട്ട് അപ്പോൾ ബ്രാഹ്മണരോട് പറയും ജനമേജയൻ. എന്താ അറിയുമോ, അപ്പോൾ ബ്രാഹ്മണർക്ക് മനസ്സിലായി, അവർ ജ്ഞാനദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കി എന്താ തക്ഷകൻ വരാത്ത. ഇന്ദ്രൻ്റെ അടുത്ത് പോയി അഭയം പ്രാപിച്ചു. അപ്പോൾ ഇന്ദ്രൻ അഭയം കൊടുത്ത് ഇന്ദ്രനാണ് രക്ഷിച്ച് വെച്ചിരിക്കുക, അതുകൊണ്ടാണ് തക്ഷകൻ വരാത്തതെന്ന് ജനമേജയനോട് പറഞ്ഞു. തം ഗോപയതി രാജേന്ദ്ര അപരീക്ഷിത ഇതി ശ്രുത്വ പാഹർത്തിച്ച ഉദാരഥി. അപ്പോൾ എന്നിട്ട് പിന്നെ പരീക്ഷിത്ത് എന്നിട്ട് ബ്രാഹ്മണരോട് പറഞ്ഞു ജനമേജയൻ, എന്താ സഹേന്ദ്ര തക്ഷകോ വിപ്ര നാഗ്നൗ കിമിതി പാത്യതേ, അതായത് എന്നാൽ ഇന്ദ്രനോട് കൂടി തന്നെ തക്ഷകൻ എന്നാ കൊണ്ടുവരിക, ഇന്ദ്രനോട് കൂടി തന്നെ തക്ഷകൻ എന്തുകൊണ്ട് അഗ്നിയിൽ പതിക്കുന്നില്ല എന്ന് ചോദിച്ചു. ആദ്യം ചോദിച്ചു എന്താ തക്ഷകൻ വരാത്തതെന്ന്. അപ്പോൾ കാരണം പറഞ്ഞു ഇന്ദ്രൻ രക്ഷിച്ചിറക്കുകയാണ്. എന്നാൽ മന്ത്രത്തിന് അത്ര ശക്തി ഉണ്ടെങ്കിൽ ഇന്ദ്രനോട് കൂടി തക്ഷകനെ ഇതിൽ വന്ന് വീഴുന്നില്ലല്ലോ, എന്താ കാരണം ചോദിച്ചു. അതായത് ജനമേജയന് ദേഷ്യമുണ്ട് നല്ലവണ്ണം. അപ്പോൾ പറഞ്ഞു, എന്നാൽ തക്ഷകൻ തന്നെ വരുന്നില്ല വെച്ചാൽ ഇന്ദ്രനെയും കൂടിയും വരുത്തിയിട്ട് ഇന്ദ്രനോട് കൂടി നമുക്ക് തക്ഷകനെ ഇതിൽ ഹോമിക്കാം, അത് ചെയ്യരുതേ, അതെന്താ ചെയ്യാത്തത് എന്ന് ബ്രാഹ്മണരോട് ചോദിച്ചു. ഇന്ദ്രനെയും കൂടി ഹോമിക്കു വയ്ക്കോ?
അല്ലേ? പക്ഷെ അത്രയ്ക്ക് ദേഷ്യമുണ്ടാവും. ജനമേജയൻ പറഞ്ഞു ആ തക്ഷക തന്നെ വരില്ല വെച്ചാൽ ഇന്ദ്രനെയും കൂട്ടി നമുക്ക് തക്ഷകനെയും ഇന്ദ്രനെയും കൂട്ടി ഹോമിക്കരുത്, എന്താ അത് ചെയ്യാത്തത് ചോദിച്ചു. തം ഗോപായതി രാജേന്ദ്ര ശക്ര ശരണമാഗതം തേന സംസ്തംഭിത സർപ്പസ്തസ്മാന്നഗ്ന ഉപതത്യസൗ പാരീക്ഷിത ഇതി ശ്രുത്വ. അത് കേട്ടപ്പോൾ, അതായത് ഇന്ദ്രൻ രക്ഷിച്ചെടുക്കുകയാണെന്ന് കേട്ടപ്പോൾ, അതുകൊണ്ടാണ് വരാത്തതെന്ന് കേട്ടപ്പോൾ പ്രാഹൃത്വിജ ഉദാരധീഹി അവരോട് പറഞ്ഞു, സഹേന്ദ്രസ്തക്ഷകോ വിപ്ര, ഹേ വിപ്ര, ഇന്ദ്രനും തക്ഷകനെയും കൂട്ടിയിട്ട് നാഗ്നൗ കിമിതി പാത്യതേ, എന്തുകൊണ്ട് പിന്നെ പിന്നെ ഹോമിക്കണില്ല ചോദിച്ചു. അപ്പോൾ 21 തശ്രുത്വാ ജുഹുവുർ വിപ്രാഹ സഹേന്ദ്രം തക്ഷകം മഖേ തക്ഷകാശു പതസ്വേഹ സഹേന്ദ്രേണ മരുത്വത. അപ്പോൾ അങ്ങനെ ജനമേജയൻ ചോദിച്ചപ്പോൾ അത് കേട്ടിട്ട് പിന്നെ തക്ഷക മരുത്വത, മരുത്തുകളുടെ നാഥനായ ഇന്ദ്രേണ സഹ ഇന്ദ്രനോടുകൂടി ഇഹ മഖേ ഈ യാഗാഗ്നിയിൽ ആശു പതസ്വ വേഗം പതിച്ചാലും എന്നുള്ള മന്ത്രം. അതായത് ഇങ്ങനെ ജനമേജയൻ ആവശ്യപ്പെട്ടപ്പോൾ ബ്രാഹ്മണർ ഇന്ദ്രനെയും കൂട്ടി ഹോമിക്കാനുള്ള മന്ത്രം, ഇന്ദ്രനും തക്ഷകനും കൂടി അഗ്നിയിൽ വന്ന് വീണ് ഹോമിക്കപ്പെടാനുള്ള മന്ത്രം വിപ്രാഹ ബ്രാഹ്മണർ തക്ഷകനെ സഹേന്ദ്രാം ഇന്ദ്രനോടുകൂടി ആജുഹുവു ആഹ്വാനം ചെയ്തു. ഭയങ്കര ശക്തിയല്ലേ മന്ത്രത്തിന്, ഇന്ദ്രനും തടുക്കാൻ പറ്റില്ല. അപ്പം രാജാവ് ഇങ്ങനെ പറഞ്ഞപ്പോൾ മരുത്തുക്കളോട് കൂടിയിട്ടുള്ള, അതായത് മരുത്തുക്കളുടെ നാഥനാണല്ലോ, 49 മരുത്തുക്കളുണ്ടല്ലോ, അതൊക്കെ നമ്മൾ ആ കഥ കണ്ടുവരും അല്ലേ. അത് കേട്ടിട്ട് ഈ ബ്രാഹ്മണർ പിന്നെ തക്ഷകനെയും ഇന്ദ്രനെയും കൂടി ഈ യാഗാഗ്നിയിൽ ഹോമിക്കാൻ ശക്തിയുള്ള മന്ത്രം കൊണ്ട് മന്ത്രം ചൊല്ലി അവരെ ആവാഹിക്കാൻ തുടങ്ങി. ഇന്ദ്രനോട് കൂടി തക്ഷകനെ ഈ സർപ്പസത്തത്തിലേക്ക് ആവാഹിച്ചു. ഇത് കേട്ടിട്ട് ബ്രാഹ്മണരെ, അതല്ലേ ജനമേജയൻ പറഞ്ഞത്, ജനമേജയനാണല്ലോ യജമാനൻ, അപ്പോൾ ജനമേജയൻ പറഞ്ഞ കേൾക്കണ്ടേ. അപ്പം ഇവർ പിന്നെ ഇന്ദ്രനോട് കൂടി തക്ഷകനെ ഈ സർപ്പസത്തത്തിൽ പിന്നെ വരുത്താൻ ആവാഹിക്കാനുള്ള മന്ത്രം അങ്ങോട്ട് ചൊല്ലി. ഇവർ തശ്രുത്വാ ജുഹുവുർ വിപ്രാഹ സഹേന്ദ്രം തക്ഷകം മഖേ തക്ഷകാശു പതസ്വേഹ സഹേന്ദ്രേണ മരുത്വതാഹ. മരുത്പതിയാണല്ലോ, അതായത് മരുത്തുക്കളുടെ നാഥനല്ലേ. ഇനി 22 ഇതി ബ്രഹ്മോദിതാക്ഷേപൈഃ സ്ഥാനാദിന്ദ്ര പ്രചാലിതഃ ബഭൂവ സംഭ്രാന്തമതിഃ സ വിമാന സ തക്ഷക. ഇന്ദ്രഃ ഇതി ബ്രഹ്മോദിതാക്ഷേപൈഃ. ഇങ്ങനെ ഇന്ദ്രൻ ഇങ്ങനെ ബ്രാഹ്മണരുടെ ഈ ഒരു ഉദ്യമം കൊണ്ട് സ്ഥാനാത് സ വിമാനത്തോടും തക്ഷകനോടും കൂടി ഇളകി. മന്ത്രത്തിൻ്റെ ശക്തി സ വിമാന സ തക്ഷക പ്രചാലിത. ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് ഇന്ദ്രൻ്റെ പിന്നെ സിംഹാസനത്തിൽ നിന്ന് ഇളകി മന്ത്രത്തിൻ്റെ ശക്തി ഇങ്ങോട്ട് വലിക്കുകയാണേ. സംഭ്രാന്തമതി ബഭുവ. ഇന്ദ്രൻ വല്ലാതെ പരിഭ്രമിച്ചു. ഇന്ദ്രനെ ഹോമിക്കപ്പോഴേ പരിഭ്രമിക്കാണ്ട വയ്യല്ലോ അല്ലേ. അതാണ് പറഞ്ഞത്. എന്താ വെച്ചാൽ ഈ ബ്രാഹ്മണന്മാരിങ്ങനെ പറഞ്ഞു, നിങ്ങളെ രണ്ടാളെ ഞാൻ ഇങ്ങോട്ട് വരുത്തുമ്പോൾ മന്ത്രശക്തി കൊണ്ട് ആവാഹിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞപ്പോൾ എന്നിട്ട് മന്ത്രങ്ങൾ ചെല്ലാൻ തുടങ്ങിയപ്പോൾ ഇന്ദ്രൻ ഇരിക്കുന്ന സിംഹാസനത്തിൽ നിന്ന് ഇളകി. തക്ഷകനോടും വിമാനത്തോടും കൂടിയിരിക്കുന്ന ഇന്ദ്രൻ, എല്ലാവരും വിമാനത്തിലാണല്ലോ ഇരിക്കുക പിന്നെ അവിടെ. അപ്പോൾ തക്ഷകൻ കാണാൻ വന്നിറക്കുകയാണ്. അപ്പോൾ ആ ഇരിക്കണ സിംഹാസനവും വിമാനവും തക്ഷകനും കൂടെ ഉണ്ടല്ലോ, പറയാൻ വന്നിറക്കല്ലേ. അപ്പോൾ തക്ഷകനും ഇന്ദ്രനും എല്ലാവരും കൂടി അങ്ങോട്ട് ആ ഇരിക്കണ വിമാനം തന്നെ വളരെ പിന്നെ ഇളകി മറിഞ്ഞു, ഭയങ്കരമായിട്ട് ചലിച്ചു. അപ്പം ഇന്ദ്രനെ അങ്ങേയറ്റം അങ്ങോട്ട് പരിഭ്രമിച്ചു. ഇന്ദ്രൻ്റെ മനസ്സ് വല്ലാതെ പരിഭ്രമിച്ചു. കാരണം ഈ ഇന്ദ്രൻ്റെ സ്ഥാനത്തു നിന്ന് തക്ഷകൻ അവിടെ വന്നിരിക്കേണ്ട. തക്ഷകനും ഇന്ദ്രനും
ഈ മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് അങ്ങോട്ട് ഇളകാൻ തുടങ്ങി. അപ്പോൾ ആ മന്ത്രം ഇനിയിപ്പോൾ ആവാഹിച്ച് ഇന്ദ്രനും തക്ഷകനും കൂടിയ സർപ്പസത്തത്തിൻ്റെ അഗ്നിയിൽ ഹോമാഗ്നിയിൽ വീഴും. പേടിയായി. ഇതി ബ്രഹ്മോദിതാക്ഷേപൈ സ്ഥാനാദിന്ദ്രപ്രചാലിത ബഭൂവ സംഭ്രാന്തമതി. സംഭ്രാന്തം ചെന്നാൽ പരിഭ്രമിച്ചു, വശായി. സ വിമാന സ തക്ഷക. അവനൊരിക്കലും വിമാനവും തക്ഷകനും ഒക്കെ ഇളകി. തം പതന്തം വിമാനേന സഹ തക്ഷകമംബരാത് വിലോക്യാങ്കിരസപ്രാഹ രാജാനം തം ബൃഹസ്പതി. ആ അംബരാത് മീൻസ് ആകാശത്തിൽ നിന്ന് സഹ തക്ഷകം തക്ഷകനോട് കൂടി പതന്തം തം ഇങ്ങനെ വീഴുകൊണ്ടേയിരിക്കുകയാണ്. മന്ത്രം ഇങ്ങനെ ആവാഹിക്കുകയാണ്. മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വരുന്നു. പതിക്കുന്ന, അതായത് താഴത്തേക്ക് വീഴുന്ന ഇന്ദ്രനെയും തക്ഷകനെയും തക്ഷകനോട് കൂടിയ ഇന്ദ്രനെ വിലോക്യ കണ്ടിട്ട് അങ്കിരസഹ അങ്കിരസിൻ്റെ പുത്രനായ ബൃഹസ്പതി രാജാനം രാജാവിനോട് പ്രാഹ. അതായത് ഇന്ദ്രനെ ആവാഹിച്ച് അഗ്നിയിൽ ഹോമിക്കാൻ പാടുമോ? അപ്പോൾ തക്ഷകനോടുകൂടി ദേവേന്ദ്രൻ ആകാശത്ത് നിന്ന് ഇങ്ങനെ താഴത്തേക്ക് വീണത് കണ്ടപ്പോൾ പിന്നെ ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി, അങ്കിരസിൻ്റെ പുത്രനാണ്, ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി വേഗം ജനമേജയ രാജാവിനോട്, അതായത് പരീക്ഷിത്ത് മഹാരാജ ജനമേജയനാണല്ലോ സത്രം നടത്തുന്നത് ദേഷ്യം കൊണ്ട്. അപ്പോൾ ജനമേജയനോട് ഇപ്രകാരം പറഞ്ഞു. അതായത് അത് അരുതെന്ന് പറയുകയാണ് ബൃഹസ്പതി, ദേവഗുരു അല്ലേ. അതായത് പിന്നെ ഇന്ദ്രൻ, ഇപ്പോൾ പുതിയ ഇന്ദ്രൻ വേണ്ടിയിരുന്നാലേ, ഇപ്പം ഈ ഇന്ദ്രനെ കൊന്നാലേ തക്ഷകനെ കൊന്നാൽ വിരോധമില്ല. പക്ഷെ തക്ഷകനും ഇന്ദ്രനും കൂടിയാണ് താഴത്തേക്ക് വീണതേ. തക്ഷകൻ ഇന്ദ്രനെ കാണാൻ പോയതാണല്ലോ. അപ്പോൾ രണ്ടാളും കൂടി താഴത്തേക്ക് ഇങ്ങനെ വീണത് ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി കണ്ടു. അങ്ങനെ ഇന്ദ്രനെ ഹോമിക്കാൻ പാടില്ലല്ലോ ആരും. അപ്പോൾ വേഗം ജനമേജയനോട് ഇപ്രകാരം പറഞ്ഞു എന്ന് നമുക്ക് ഇവിടെ നിർത്താട്ടോ. തം പതന്തം വിമാനേന സഹ തക്ഷകമംബരാത് വിലോക്യാങ്കിരസപ്രാഹ രാജാനം തം ബൃഹസ്പതി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.